നമസ്കാരം. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വൻ വർധന രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഏകദിന വർധനവാണ് ഇന്ന് രൂപ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് രൂപയ്ക്ക് ലഭിച്ച ഈ മുന്നേറ്റം ശ്രദ്ധേയമാണ്. വരും ദിവസങ്ങളിൽ രൂപ കൂടുതൽ സ്ഥിരത കൈവരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സാമ്പത്തിക വിദഗ്ധർ. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്നതിനിടെ ഇറാനെതിരെ അമേരിക്കയ്ക്ക് വലിയ വിജയം ലഭിച്ചുവെന്നും ഇറാന്റെ സൈനിക ശേഷി ഗണ്യമായി തകർന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. 1 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് ചരിത്ര മുന്നേറ്റം. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഏകദിന വർധനവാണ് ഇന്ന് വിപണിയിൽ ദൃശ്യമായത്. രൂപയുടെ മൂല്യം 130 പൈസ ഉയർന്നു. $ഡോളറിനെതിരെ 93.53 എന്ന നിരക്കിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. രൂപയ്ക്ക് ഡെലിവറി ചെയ്യാനാവാത്ത ഫോർവേഡുകൾ വാഗ്ദാനം ചെയ്യുന്നതിൽ നിന്ന് ബാങ്കുകളെ RBI വിലക്കി. റിസർവ് ബാങ്കിന്റെ നിർണായക ഇടപെടലുകളാണ് രൂപയ്ക്ക് ഈ കരുത്ത് പകർന്നത്. രൂപയുടെ മൂല്യം ഇടിയുന്നത് തടയാൻ കർശനമായ നടപടികളാണ് കേന്ദ്ര ബാങ്ക് സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ മൂലം വിപണിയിൽ ആശങ്ക നിലനിൽക്കെ RBIയുടെ ഈ മാസ്റ്റർ സ്ട്രോക്ക് രൂപയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ രൂപ കൂടുതൽ കരുത്താർജിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. യുദ്ധം അമേരിക്ക ജയിച്ചെന്നും ഇറാൻ തകർന്നടിഞ്ഞെന്നും ട്രംപ് അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ്. ഇറാന്റെ വ്യോമസേനയും നാവികസേനയും ഒന്നടങ്കം ഇല്ലാതായെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്നതിനിടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തെ കരുത്തുറ്റ സൈന്യം അമേരിക്കയാണെന്ന് തെളിഞ്ഞുവെന്ന് അവകാശപ്പെട്ട ട്രംപ് യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് വ്യക്തമായി ആക്കിയിട്ടില്ല. ഹോർമുസ് കടലിടുക്ക് ആവശ്യമുള്ള രാജ്യങ്ങൾ ഹോർമുസ് സംരക്ഷിക്കണമെന്ന് ട്രംപ് പറഞ്ഞു. അല്ലെങ്കിൽ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങണം. അതുമല്ലെങ്കിൽ ഹോർമുസ് സ്വാഭാവികമായി തുറക്കപ്പെടുമെന്നും ട്രംപ് അറിയിച്ചു. അമേരിക്കയുടെ ഒരിക്കലും ഭരണകൂട മാറ്റം ലക്ഷ്യമിട്ടിട്ടില്ല. പക്ഷേ അത് സംഭവിക്കും. ഇറാന്റെ പല സംവിധാനങ്ങളും തരിപ്പണമായിട്ടുണ്ട്. ആണവ കേന്ദ്രങ്ങൾ തകർത്തു. ഇറാൻ ഇനി ഏത് നീക്കം നടത്തിയാലും അമേരിക്ക അറിയുമെന്നും അത് തകർക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ഇനി മിഡിൽ ഈസ്റ്റിന് ഭീഷണിയല്ല, ഇറാന്റെ ഭീഷണി ഒഴിഞ്ഞെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ തിരിച്ചടി. നിർമ്മാണ മേഖല 45 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തിയിരിക്കുന്നു. രാജ്യത്തെ നിർമ്മാണ മേഖലയുടെ വളർച്ചാ സൂചികയായ PMI മാർച്ചിൽ 45 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തിയതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ഇന്ത്യൻ വിപണിയെയും ബാധിച്ചു തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. മാർച്ചിലെ PMI 53.9%. ഫെബ്രുവരിയിൽ ഇത് 56.9 ആയിരുന്നു. ഇന്ത്യൻ മാനുഫാക്ചറിംഗ് മേഖലയിൽ ഉൽപാദനവും പുതിയ ഓർഡറുകളും ഗണ്യമായി കുറഞ്ഞതായാണ് S&P ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 2022 പകുതിക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണിത്. നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങളുടെ വില കഴിഞ്ഞ 3.5 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. അലൂമിനിയം, സ്റ്റീൽ, റബ്ബർ, ഇന്ധനം, കെമിക്കൽസ് എന്നിവയ്ക്ക് വൻ വിലക്കയറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചെലവ് കൂടിയെങ്കിലും വിപണി പിടിക്കാൻ കമ്പനികൾ ഉൽപ്പന്നങ്ങളുടെ വില കാര്യമായി വർദ്ധിപ്പിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയെ കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കി. ആഗോള സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിതരണ സ്ഥിരത ഉറപ്പാക്കുന്നതിനും വിലക്കയറ്റം തടയുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. ജൂൺ 30 വരെയാണ് തീരുവ ഇളവ് നിലനിൽക്കുക. പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ മുഖ്യമായി ആശ്രയിക്കുന്ന മേഖലകൾക്കൊപ്പം പ്ലാസ്റ്റിക്, പാക്കേജിംഗ്, തുണിത്തരങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ്, ഓട്ടോമോട്ടീവ് ഘടകങ്ങൾ, മറ്റ് നിർമ്മാണ വിഭാഗങ്ങൾ തുടങ്ങിയ മറ്റു മേഖലകൾക്കും സർക്കാർ തീരുമാനം ഗുണം ചെയ്യും. ഓഹരി വിപണിയിൽ കനത്ത ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. BSE സെൻസെക്സ് 1583.4 പോയിന്റ് അഥവാ 2.16% ഇടിഞ്ഞ് 71,550.92 എന്ന ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരിക്കുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് NSE നിഫ്റ്റി 50 495 പോയിന്റ് അഥവാ 2.18% ഇടിഞ്ഞ് 22,182.55 എന്ന ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരും ആഴ്ചകളിൽ ഇറാനിൽ സൈനിക പ്രവർത്തനങ്ങൾ തുടരുമെന്ന് സൂചിപ്പിച്ചതിനെ തുടർന്നാണ് വിപണി ഇടിഞ്ഞത്. എല്ലാ മേഖലാ സൂചികകളും നഷ്ടത്തിലാണ് വ്യാപാരം നടത്തുന്നത്. ഓട്ടോ, ഫാർമ, PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, മെറ്റൽ, മീഡിയ എന്നിവ 2 മുതൽ 3% വരെ ഇടിഞ്ഞു.
നിഫ്റ്റി, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ ഓരോന്നും 2%-ലധികമാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഇറാൻ ഹൈഫ തുറമുഖത്ത് ആക്രമണം നടത്തി ടെഹ്റാൻ മിസൈൽ പദ്ധതി നശിപ്പിച്ചതായി ട്രംപ് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ആക്രമണം നടന്നത്. ഇസ്രായേൽ പ്രതിരോധ സേന മിസൈൽ വിക്ഷേപണം സ്ഥിരീകരിച്ചു. ഭീഷണി തടയാൻ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. ഇറാന്റെ മിസൈൽ പദ്ധതി നശിപ്പിച്ചുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ വടക്കൻ തുറമുഖ നഗരമായ ഹൈഫയെ ലക്ഷ്യമിട്ട് ഇറാൻ സൈന്യം മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാനിയൻ സ്റ്റേറ്റ് വിദേശകാര്യ പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാചകവാതക വിതരണം തടസ്സപ്പെടാതിരിക്കാൻ വിവിധ രാജ്യങ്ങളിൽ നിന്ന് LPG, LNG എന്നിവ ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പാചകവാതക ലഭ്യതയും സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായിരിക്കുന്നത്. പാചകവാതക പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ കർശന പരിശോധനകൾ നടത്താനും തീരുമാനമായിട്ടുണ്ട്. ആഗോള സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാ വകുപ്പുകളും സജ്ജമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വ്യാജവാർത്തകൾ പ്രചരിക്കുന്നത് തടയാൻ കൃത്യമായ വിവരങ്ങൾ യഥാസമയം പൊതുജനങ്ങളെ അറിയിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വേറിട്ട ഓഫറുമായി സപ്ലൈകോ. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നവർക്ക് ₹1 1 കിലോ ശബരി പുട്ടുപൊടി നൽകുമെന്ന് സപ്ലൈകോ അറിയിച്ചു. വോട്ട് ചെയ്തതിന്റെ തെളിവായി വിരലിലെ മഷി അടയാളം പരിശോധിച്ച ശേഷമായിരിക്കും പുട്ടുപൊടി നൽകുക. വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ഈ ഓഫർ. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ജില്ലാ ഭരണകൂടം, സ്വീപ്, സപ്ലൈകോ എന്നിവ സംയുക്ത ചെയ്യൂ പുട്ടടിക്കൂ എന്ന ടാഗ് ലൈനോടുകൂടി ക്യാമ്പയിൻ അവതരിപ്പിച്ചത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഏപ്രിൽ 10, 11 തീയതികളിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തുന്നവർക്കാണ് ഈ ഓഫർ. സപ്ലൈകോയിൽ നിന്ന് ₹1000 മുകളിൽ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങണമെന്ന നിബന്ധന കൂടിയുണ്ട്. നമുക്കെല്ലാവർക്കും ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗ്രാമിന് ₹140 കുറഞ്ഞ് 1 ഗ്രാം സ്വർണത്തിന് 13,880 രൂപയായിരിക്കുന്നു. പവന് ₹1,220 കുറഞ്ഞ് 1 പവന് 1,11,040 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണത്തിനും ആനുപാതികമായി വില കുറഞ്ഞു. ഗ്രാമിന് ₹115 കുറഞ്ഞ് 1 ഗ്രാമിന് 11,405 രൂപയായി. പവന് ₹920 കുറഞ്ഞ് 1 പവന് 91,240 രൂപയുമായി. വെള്ളിവില ₹250 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ സമയം കാണാം. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി തോമസ് ചേരുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.